സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയായതോടെ തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള മത്സരം സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന വാർഡാണ് തിരുവനന്തപുരത്തെ പേട്ട. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി SP ദീപക് CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ദീപക് ഇവിടെ പേട്ട മാർക്കറ്റിലാണ് വോട്ട് ചോദിക്കുന്നത്. രാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പേട്ട മാർക്കറ്റിൽ ഇവിടുത്തെ മത്സ്യവ്യാപാരികളോട് മത്സ്യ മാർക്കറ്റാണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. അവിടെ വ്യാപാരികളോട് വോട്ട് ചോദിച്ചാണ് ദീപക് മുന്നോട്ട് പോകുന്നത്. വലിയ ശക്തമായ പോരാട്ടം ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. BJPയുടെ അശോക് കുമാർ മുതിർന്ന നേതാവ് മുൻ കൌൺസിലറാണ് ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ അനിൽകുമാറും കൂടി മത്സരരംഗത്തെത്തുന്നതോടെ അതിശക്തമായ പോരാട്ടം പേട്ട വാർഡിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ദീപകിന്റെ പ്രതികരണങ്ങളിലേക്കും പോകാം. രാവിലെ തുടങ്ങിയല്ലേ? രാവിലെ മുതൽ തുടങ്ങി ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ വാർഡിനകത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സുജാദേവി കൌൺസിലർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നമ്മുടെ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ക്ഷേമ പെൻഷനുകളും കൊടുത്ത പാവങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ നെഞ്ചിൽ തട്ടി ഉള്ളിൽ തട്ടി നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്നതെന്നുള്ളത്. അത് കേരളം മുഴുവൻ അത് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ് ആദ്യകാലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് നമുക്ക് തോന്നുന്നത്. ക്ഷേമത്തിൽ തന്നെയാണ് പ്രതീക്ഷ. ക്ഷേമത്തിൽ മാത്രമല്ല, നടത്തിയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ അപ്പുറത്തും ഇവരെല്ലാം കാണുന്നവരാണല്ലോ, കണ്ണുകൊണ്ട് കാണുന്നവരാണ്. അപ്പുറം ഇപ്പുറം ഇറങ്ങി നോക്കുമ്പോഴത്തേക്ക് നാടിൽ മുഴുവൻ നടന്നിട്ടുള്ള റോഡ്, അവരുടെ വികസന പ്രവർത്തനങ്ങൾ, നല്ല വിദ്യാലയങ്ങൾ, നല്ല ആശുപത്രികൾ, ഇവിടെ തന്നെ എടുത്തു നോക്കൂ. പേട്ടയിലും അവിടെ ഇവിടെയൊക്കെയുള്ള എല്ലാ സ്കൂളുകളും വികസിച്ചു. ഈ പറയുന്ന കണക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെന്താണ് പിന്നെ ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ലബോറട്ടറി സൗകര്യങ്ങൾ കൊടുക്കുന്ന ഇതിലേക്ക് മാറിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. CPM സിറ്റിംഗ് വാർഡാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും വളരെ ശക്തരായത് മുൻ കൌൺസിലറാണ് ഇവിടുത്തെ അനിൽകുമാർ. അശോക് കുമാർ നേരത്തെ ഇപ്പോഴത്തെ കൌൺസിലർ സുജാതയാണ്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് ആളുകൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ ഈ ജനങ്ങൾ മുഴുവൻ ഈ വികസനത്തിനോടൊപ്പമാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ് ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കരുതുന്നു. ശക്തരായ എതിർ സ്ഥാനാർത്ഥി വന്നത് ഒരു പ്രശ്നമല്ല. നമുക്ക് ഈ പ്രശ്നം അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല. അതുതന്നെയാണ് SP ദീപകിന്റെയും CPMന്റെയും പ്രതീക്ഷ. എതിർ സ്ഥാനാർത്ഥികൾ ആരായാലും ശക്തമായ CPM ശക്തമായ സ്വാധീനമുള്ള വാർഡാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ മികച്ച വിജയം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് CPM സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ശക്തമായ ത്രികോണ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് പേട്ട വാർഡിൽ നടക്കാൻ പോകുന്നത്. 3 കരുത്തരായ സ്ഥാനാർത്ഥികൾ. അതിൽ തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, ഏറ്റവും മുതിർന്ന കൌൺസിലറാണ് മുതിർന്ന സ്ഥാനാർത്ഥി. 1989 തിരുവനന്തപുരം നഗരസഭയിൽ BJP അന്നൊന്നും അത്ര ശക്തമല്ലാത്ത കാലത്ത് BJPക്ക് വേണ്ടി അക്കൌണ്ട് തുറന്ന BJP നേതാവായി മാറിയ P അശോക് കുമാറാണ്. അദ്ദേഹമാണ് പേട്ടയിൽ ഇത്തവണ മത്സരിക്കുന്നത്. നേരത്തെ പാൽക്കുളങ്ങര വാർഡിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് പേട്ടയിലേക്ക് വരുമ്പോൾ എന്ന് തോന്നുന്നു? ഞാൻ 4 പ്രാവശ്യം പാൽക്കുളങ്ങര വാർഡിലെ കൌൺസിലറായിട്ട് നഗരസഭയിൽ പോയ ആളാണ്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന വാർഡാണ് പേട്ട. അപ്പോൾ എന്നെ വളരെയധികം അറിയാവുന്ന ഒരു സമൂഹമാണ് പേട്ടയിലുള്ളത്. ഞങ്ങൾ ഇന്നലെ വർക്ക് തുടങ്ങി. ഇന്നലെ കയറിയ വീടുകളിലെല്ലാം തന്നെ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവായിട്ടുള്ളത്, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഓരോ വീട്ടിലുള്ളത്. അപ്പോൾ അവർ പറയുന്നത് സാറിനല്ലാതെ മറ്റാർക്ക് വോട്ട് ചെയ്യും എന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി തന്ന ഒരു പ്രവർത്തനമാണ് ഇന്നലെ മുഴുവൻ നടന്നത്. അതിനാണ് അശോക് കുമാർ സാറാണ് ഇവിടുത്തെ എല്ലാവർക്കും ഒരുപാട് തലമുറയെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ, അല്ലേ? അതെ, ഞാൻ ഏതാണ്ട് 2.25 ലക്ഷം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഇപ്പോഴത്തെ കേരള ഗവർണർ എന്നെ വിളിച്ച് എനിക്കൊരു അവാർഡ് ഗുരുവന്ദനം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളാണ് എന്റെ സ്വത്തും സമ്പത്തും. ഈ 4 പ്രാവശ്യവും നഗരസഭയിലെത്താൻ എന്നെ അനുഗ്രഹിച്ചത് എന്റെ വിദ്യാർത്ഥികളാണ്. രാഷ്ട്രീയത്തിന് ഉപരി ഇവിടുത്തെ BJPയുടെ ഒരു ശക്തിയും എതിർ സ്ഥാനാർത്ഥികളുടെ ഒരു ബലമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? BJP ശക്തമായ ഒരു വാർഡാണ് പേട്ട വാർഡ്. എതിർ സ്ഥാനാർത്ഥി അവരുടെ കഴിവും കരുത്തുമൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. ജനങ്ങളെ വിശ്വാസം നേടിയെടുത്ത് ഈ പേട്ട ഇടയ്ക്ക് ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം. നഗരസഭയിൽ മുഴുവൻ BJPയുടെ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ്? ഇത്തവണ നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കാരണം RSSന്റെ 100ാം വർഷമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് തിരുവനന്തപുരത്തെ മേയർ BJPയുടെ മേയറായിരിക്കണം എന്ന് മാത്രമല്ല
1942 നഗരസഭ തുടങ്ങിയത്. ഇന്ന് 2025, ഏതാണ്ട് 70 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ നഗരത്തിൽ പണ്ട് കാളവണ്ടി ഓടിയ റോഡുകളും മുടുക്കുകളാണ് ഇന്നും ഉള്ളത്. ഏതാനും ചില റോഡുകൾ മാത്രം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നന്നാക്കിയതല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാലിന്യ സംസ്കരണം നേരെയല്ല നടക്കുന്നത്, വൈദ്യുതി വിളക്കുകൾ നേരെ കത്തിക്കാൻ കഴിയുന്നില്ല, ഡ്രെയിനേജിന്റെ ഇങ്ങനെ 1000 പ്രോബ്ലംസ് ഉണ്ട്. അത് പരിഹരിക്കാൻ BJPക്ക് കഴിയും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഒരു പുതിയ തലസ്ഥാന നഗരം വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. ഇതുതന്നെയാണ് BJPയുടെ പ്രതീക്ഷ. അതുതന്നെയാണ് സ്ഥാനാർത്ഥി P. അശോക് കുമാറും പങ്കുവച്ചത്. വിപുലമായ ശിഷ്യസമ്പത്തിൽ കൂടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുന്നത്. പേട്ടയിൽ ഇത്തവണ പോരാട്ടം കടുക്കും. വലിയ വീറും വാശിയുമുള്ള പോരാട്ടമാകും പേട്ടയിൽ നടക്കാൻ പോകുന്നത്. കാരണം 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, മുൻ കൌൺസിലർ അനിൽകുമാറാണ് കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കുന്നത്. താങ്കൾ പേട്ട വാർഡിന്റെ മുൻ കൌൺസിലറായിരുന്നു. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയും പോരാട്ടം? നല്ല ജനങ്ങൾ നല്ല പോസിറ്റീവ് ആയിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ CPM ജയിച്ച വാർഡാണ്. കഴിഞ്ഞ തവണ CPM ജയിച്ചു, അതിനു മുമ്പ് 2 തവണ ഞാൻ ജയിച്ചു. എതിർ സ്ഥാനാർത്ഥികളുമായിട്ടുണ്ട്. അശോക് കുമാറും SP ദീപക്കൊക്കെയാണ്. ആ സ്ഥാനാർത്ഥികളുടെ ഒരു ബലവും അവരുടെ ദൗർബല്യമൊക്കെ കാണും. അവരൊക്കെ നല്ല ശക്തരാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും കോൺഗ്രസ് ജയിക്കാൻ തന്നെ കഴിയും. പേട്ട വാർഡിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷം ജയിക്കും. ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ആ രീതിയിലുള്ള ദുരിതങ്ങളാണ് ജനങ്ങൾ അനുഭവിച്ചത്. ജനങ്ങൾക്ക് ഇവിടുത്തെ ജനപ്രതിനിധിയെ കാണുന്നതിനോ അവരോട് ഒരു കാര്യം പറയുന്നതിനോ അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ അതൊരു പ്രതിഷേധം. പിന്നെ ഗവൺമെന്റിന്റെ നഗരസഭയോടുള്ള പ്രതിഷേധം, എന്നോടുള്ള വ്യക്തിപരമായ ജനങ്ങൾക്കുള്ള ബന്ധം, ഞാനും എന്റെ പേട്ടയിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ബന്ധം, അതെല്ലാം വോട്ടായി മാറുന്നതിന് സംശയമില്ല. അതുതന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അനിൽകുമാറിന്റെ പ്രതീക്ഷ. അദ്ദേഹം 2 തവണ ഇവിടെ കൌൺസിലറായിരുന്ന ആളാണ്. ഇത്തവണയും ജനങ്ങൾ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചരണം ഇവിടെ പുരോഗമിക്കുന്നത്.